ക്വസ്റ്റ്യനിൽ A:B 3:4. അതുപോലെ B:C 2:5 എങ്കിൽ A:B:C എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കാണേണ്ടത് A:B:C ആണ് കാണേണ്ടത്. നമുക്ക് A:B റേഷ്യോ ഇവിടെ എഴുതാം 3:4. ഇനി B:C റേഷ്യോ രണ്ടിലും കോമൺ ആയിട്ട് B ഉണ്ട്. അപ്പോൾ നമുക്ക് 2:5 എന്ന് ഇവിടെയും എഴുതാം. ഇനി നമുക്ക് A:B:C ആണ് കാണേണ്ടത്. ഇവിടെ കോമൺ ആയിട്ടുള്ളത് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 4 8 ഗുണിച്ചിട്ട് ഇവിടെ എഴുതി. ഇനി ഇവിടെ ഒരാൾ വേക്കൻ്റ് ആണ്. നമുക്ക് ഇവിടെയുള്ള 4നെ അതുപോലെ ഇവിടേക്ക് എടുത്തെഴുതാം. ഇനി 4ഉം ഈ 5ഉം ആണ് ഇവിടെ ഗുണിക്കേണ്ടത്. ഇപ്പോൾ 4 × 5 20. ഇനി ഇവിടെ എയിൽ 3 ഉണ്ട്. ഇവിടെ വേക്കൻ്റ് ആണ്. അപ്പം നമ്മൾ ഈ 2നെ എടുത്തിട്ട് ഇവിടേക്ക് ഇടാം. ഇനി ഇത് രണ്ടും നമ്മൾ ഗുണിക്കാം. 2 × 3 6. അപ്പോൾ 6:8:20. ഇത് നമുക്ക് വീണ്ടും ചെറുതാക്കാമല്ലോ. 2 കൊണ്ട് കട്ട് ചെയ്താൽ 3:4:10 എന്ന് കിട്ടി. നമ്മൾ ആൻസർ 3:4:10. ഇതെന്താണ് A:B:C. ഒരു സെയിം ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഇവിടെ A:B 4:3, B:C 6:5. A:B:C ആണ് നമ്മളോട് ചോദിച്ചത്. A:B:C എഴുതി. ഇവിടെ A:B തന്നിട്ടുണ്ട് 4:3, B:C തന്നിട്ടുണ്ട് 6:5. ബി രണ്ടിലും കോമൺ ആണ്. നമ്മൾ ഒരേ ലൈനിൽ നമുക്ക് ബി കോമൺ ആയതുകൊണ്ട് ഇത് രണ്ടും ഗുണിക്കാം. 3 × 6 18. ഇവിടെ ഒഴിവാണ്. അപ്പോൾ ഇവിടെയുള്ള 3നെ എടുത്ത് നമ്മൾ ഇവിടേക്ക് എഴുതി കൊടുക്കാം. 3 × 5 ഗുണിക്കുക 15 ഇവിടെ 4. ഇവിടെ ഒഴിവാണ്, വേക്കൻ്റ് ആണ്. നമ്മൾ ഈ 6നെ ഇവിടേക്ക് ഇവിടെയുള്ള 6നെ ഇവിടേക്ക് എഴുതി കൊടുക്കും. 4 × 6 24. 24:18:15 നമുക്ക് കിട്ടി. ഇത് നമുക്ക് ഇതിനെ ചെറുതാക്കുന്നതിന് വേണ്ടി ഒരു 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 3 × 8 24 ആണ്. 3 × 6 18 ആണ്. 3 × 5 15. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന പുതിയ റേഷ്യോ 8:6:5. നമുക്ക് ഈ സെയിം ക്വസ്റ്റ്യനെ A:B 4:3, B:C 6:5 എങ്കിൽ A:C എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കണ്ട് A:C ആണ് കാണേണ്ടത്. നമ്മൾ പതിവ് പോലെ A:B:C ചെയ്ത് A:B 4:3, B:C 6:5. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ എയും സിയുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 × 6 18 നമുക്ക് ഇവിടെ എഴുതാം. ഇവിടെ ഒഴിവാണ്. അപ്പോൾ ഈ 3നെ ഇവിടേക്ക് എഴുതി കൊടുക്കാം. 3 × 5 15. ഇനി അതുപോലെ ഇവിടെ ഒഴിവാണ്. അപ്പോൾ ഈ 6നെ ഇവിടേക്ക് എഴുതി കൊടുക്കാം. 4 × 6 24. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എയും സിയും മാത്രമാണ്. നമുക്കിവിടെ എനെയും സിനെയും മാത്രം സെലക്ട് ചെയ്താൽ മതി. എയും സിയും 24:15. ചെറുതാക്കാൻ വേണ്ടി 3 കൊണ്ട് കട്ട് ചെയ്ത് കൊടുത്താൽ 3 × 8 24, 3 × 5 15. നമുക്ക് എയും സിയും നമ്മളെ റേഷ്യോ 8:5 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ 2A = 3B എങ്കിൽ A:B എത്രയാണ്? എയും ബി നമ്മുടെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. 2A = 3B ഇതിന് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റും? നമ്മളെല്ലാവരും നമ്പർ എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം, ലെറ്റേഴ്സ് അല്ല അക്ഷരങ്ങളെല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. നമുക്ക് ഈ ബിനെ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാം. നമുക്ക് A/B എന്നാവും ഈ സൈഡിൽ. അതുപോലെ ഇവിടെയുള്ള 2നെ നമുക്ക് ഈ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ 3/2 എന്നായിട്ട് മാറും. A/B = 3/2. ഇങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഈ A ആയിരിക്കും ഈ 3, ഈ B ആയിരിക്കും ഈ 2. നമുക്ക് A:B = A ആദ്യം എഴുതണം 3:2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 1/2A = 2B എങ്കിൽ A:B എത്രയാണെന്ന് ചോദിച്ചത്. നമുക്ക് ആദ്യം ലെറ്റേഴ്സ് എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം. നമുക്കിവിടെ A/B = നമ്പേഴ്സിനെ സൈഡിലേക്ക് കൊണ്ടുപോകാം. 2 ഈ 1/2 ഇവിടെ അടിയിലേക്ക് പോകും. 1/2
പിന്നെ എന്ത് ഈ 1/2 എന്തായിട്ട് മാറും? ഇതിന്റെ വിൽക്രമം കൊണ്ട് ഗുണിക്കുക എന്ന രീതിയിലേക്ക് മാറും. ഈ 1/2 ഈ ടേം 2 ഇൻറ്റു 1/2 ഇവിടെ 2/1 എന്നായിട്ട് മാറും. നമുക്കിവിടെ a/b = 4/1 എന്ന് കിട്ടും. എന്റെ റേഷ്യോ ആണ് 4, ബിന്റെ റേഷ്യോ ആണ് 1. a/b = 4:1 നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ നോക്കടാ, ഇവിടെ 3/2 a = 2/3 b ആണ് എങ്കിൽ a/b എത്ര എന്നാണ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ ലെറ്റേഴ്സിനെ സൈഡിൽ കൊണ്ടുപോകാം. ഇവിടെയുള്ള ബി ഇവിടേക്ക് വരുമ്പോൾ a/b ആയിട്ട് മാറും. ഇവിടെ ഓൾറെഡി 2/3 ഉണ്ട്, ഇവിടെ തന്നെ നിലനിർത്തുക. ഇനി ഇവിടെ 3/2 ഇവിടെ ഡിവൈഡ് ആയിട്ട് 3/2 ആയിട്ട് പോകും. പക്ഷെ നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഇത് ഇവിടേക്ക് വരികയാണെങ്കിൽ ഈ ഡിവൈഡ് ബൈ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വിൽക്രമായിട്ട് എഴുതണം. 3/2 ഇവിടേക്ക് വരുമ്പോൾ ഇത് നമുക്ക് 2/3 എന്ന രീതിയിലേക്ക് ഇവിടേക്ക് തിരിച്ച് എഴുതേണ്ടി വരും. നമുക്ക് a/b = 4/9. എയുടെ റേഷ്യോ 4, ബിയുടെ റേഷ്യോ 9. a/b = 4:9 എന്ന് കിട്ടും. 2a:3b:4c എങ്കിൽ a:b:c എത്രയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് LCM കണ്ടുപിടിച്ചിട്ട് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ LCM കാണും, 2, 3, 4 എന്നീ നമ്പറിന്റെ LCM. ഇവിടെ ഈ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനി ഈ 2 നമുക്ക് നോക്കണ്ട. ഇനി ഇവിടെ 3, 4 ആണ്. ഈ 3, 4 കോമൺ ആയി ഡിവൈഡ് ചെയ്യുന്ന നമ്പർ കിട്ടാണ്ട് 3×4 ഗുണിച്ച് കഴിഞ്ഞാൽ 12 കിട്ടും. അപ്പൊ ഇതിന്റെ LCM 12 ആയിരിക്കും. ഈ LCM വെച്ചിട്ട് ഓരോന്നിനും ഡിവൈഡ് ചെയ്യാം. ഇവിടെ 2നെ 12 ഡിവൈഡ് ചെയ്യാൻ നമുക്ക് 6 കിട്ടും. ഇവിടെ 6. ഈ 3നെ 12 ഡിവൈഡ് നമുക്ക് ഇവിടെ 4. ഇവിടെ നമുക്ക് 12 4 ഡിവൈഡ് ചെയ്ത് ഇവിടെ 3. നമുക്കിവിടെ a/b/c = 6:4:3 എഴുതാം. ഇനി ഇത് കൺവെൻഷണൽ രീതിയിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ആദ്യം നമ്മൾ 2a:3b 2 നമ്പറിനെ എടുത്തിട്ട് കമ്പയർ ചെയ്യണം. അപ്പൊ നമുക്കിവിടെ a/b = 3/2 കിട്ടും. നമുക്കിവിടെ a-ൻ്റെത് 3ഉം b-ൻ്റെത് 2ഉം കിട്ടും. ഇനി അതുപോലെ ബിയും സിയും എടുക്കാം. 3b = 4c. ഇവിടെ b/c = 4/3. ബിയുടെ 4 കിട്ടി, സിയുടെ 3 കിട്ടി. ഇനി നമുക്ക് നമ്മൾ മുമ്പ് പഠിച്ച മെത്തേഡ് പോലെ നമുക്കിവിടെ a/b 3:2 എന്ന് എഴുതാം. നമുക്ക് 3:2 എന്നും ഇവിടെ നമുക്ക് 4:3 എന്നാണ് എഴുതാം. ഇവിടെ b/c 4:3 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2നെ 4നെ ഗുണിക്കുക, ഇവിടെ 8. ഇനി ഇവിടെ ആരുമില്ല, അപ്പൊ ഈ 2നെ ഇവിടേക്ക് ഇടുക, 2×3 ഗുണിക്കുക 6. ഇവിടെ 4 ഇവിടേക്ക് ഇടുക, 3×4 12. ഇതിനെ ജസ്റ്റ് 2 കൊണ്ട് കട്ട് ചെയ്ത് ചെറുതാക്കി കൊടുത്താൽ 6:4:3 ഈ രീതിയിലാണ് നമ്മൾ ശരിക്കും ചെയ്യുക. പക്ഷെ ഇത് LCM വെച്ചിട്ട് നമുക്ക് ഇനി ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ രീതിയിൽ കണ്ടുപിടിക്കാവുന്നതാണ്. a:2b:3c തന്നിട്ടുണ്ട് എങ്കിൽ a:2b:c എത്രയാണെന്നാണ് ചോദിച്ചിട്ടുണ്ട്. ഇത് 2 രീതിയിൽ ചെയ്യാം. ആദ്യം LCM വെച്ച് നോക്കാം. LCM ഇവിടെ a-ന്റെ കൂടെ ഒരു 1 ഉണ്ടാവും, b-ന്റെ കൂടെ 2, c-ന്റെ കൂടെ 3. ഇത് LCM ആണ് കണ്ടത്. ഒന്നിനെ എല്ലാത്തോണ്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നും നമ്മൾ പഠിക്കണ്ട. ഇനിയുള്ളത് 2ഉം 3ഉം ആണ്. 2ഉം 3ഉം കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ 6ആണ്. 6ആണ് ഇതിന്റെ LCM. ഇനി 6 a-ന്റെ കൂടെ 1നെ 6ഉമായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 6 ആയിരിക്കണം 1 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് a-ന്റെ സ്ഥാനത്ത് നമുക്ക് 6 എന്ന് കിട്ടും. അതേപോലെ ഇവിടെ b-ന്റെ സ്ഥാനത്ത് 6/2 3 കിട്ടും. c-ന്റെ സ്ഥാനത്ത് 6/3 2 കിട്ടും. അപ്പൊ നമുക്ക് a:b:c = 6:3:2 എന്ന് കഴിയും. ഇത് ശരിക്കും രീതിയിൽ ചെയ്യുമ്പോൾ a:2b:3
3C എന്നാണ്. ആദ്യത്തെ 2 പേരെ പരിഗണിക്കുക. എന്നിട്ട് A/B ഈസ് ഈക്വൽ ടു 2 എൻ്റെ കൂടെ ഉള്ള 1 ഇവിടെ 2/1 ഇതാ. നമുക്കിവിടെ A/3 2:1 കിട്ടും. ഇനി അതേപോലെ അടുത്ത രണ്ടാളെ പരിഗണിക്കുക. 2B ഈസ് ഈക്വൽ ടു 3C. B/C ഈസ് ഈക്വൽ ടു 3/2 എന്ന് കിട്ടി. നമുക്കിവിടെ B/C ഈസ് ഈക്വൽ ടു 2:2 എന്ന് കിട്ടി. നമുക്ക് B/C ആണ് കാണുന്നത്. നമുക്ക് A/B അറിയാം, B/1 ഇത്, B/C അറിയാം, 3:2 എഴുതി. ഇനി ഇവിടെ B കോമൺ ആണ്, അപ്പോൾ 1 × 3 3 ഇവിടെ എഴുതാം. ഇവിടെ ആരുമില്ല, അപ്പോൾ ഈ 1 ഇവിടേക്ക് ഇട്ടിട്ട് 1 × 2 നമുക്ക് ഇവിടേക്ക് എഴുതാം. ഇവിടെ ആരുമില്ല, അപ്പോൾ ഈ 3 ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. 3 × 2 6. ഇപ്പോൾ നമുക്ക് ആൻസർ 6:3:2 തന്നെയാണ് കിട്ടിയിരിക്കുന്നത്.